ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ബൈക്കിംഗ് വിത്ത് യൂജീൻ. അപ്പോൾ നമ്മൾ റൊമേനിയയിലേക്കുള്ള നമ്മുടെ ട്രാവൽ വ്ളോഗിൻ്റെ പാർട്ട് 2 വീഡിയോ ആണ് ഇന്നത്തേത്. അപ്പോൾ നമ്മളങ്ങനെ ഇന്നലെ ലാൻഡ് ചെയ്തായിരുന്നു. അത് കഴിഞ്ഞ് നമ്മളിപ്പോൾ എണ്ണീറ്റ് ഞാൻ ഇനിയും രാവിലത്തെ ഹോട്ടലിലാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് അവർ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. അപ്പോൾ നമ്മൾ അത് കഴിക്കാൻ ഇപ്പോൾ താമസിക്കാതെ തന്നെ പോവും. അപ്പോൾ ഞാൻ ഇവിടുന്ന് താഴെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകുന്നതിന് മുമ്പ് ചുമ്മാ നിങ്ങൾ ഇവിടെ നിന്നുള്ളൊരു വ്യൂ കൂടെ ഒന്ന് പുറത്തേക്കുള്ള കാണിക്കാൻ ഓർത്തു. നമ്മളിപ്പോൾ ഈ ഹോട്ടലിലുള്ള 4ാമത്തെ നിലയിലാണ്. അപ്പോൾ ഇവിടെ നമുക്ക് വെളി നോക്കുമ്പോൾ ഇതിനടുത്തുള്ളൊരു സ്ട്രീറ്റ് പോലെ കാണും. വളരെ പഴയ ഒരു ബിൽഡിംഗ് ആണ് നമ്മുടെ ഓപ്പോസിറ്റ് ഉള്ളത്. ഇവിടെ ആൾക്കാർ തന്നെ താമസം ഉണ്ടോയെന്ന് തന്നെ എനിക്ക് തോന്നുന്നില്ല. കാരണം രാത്രിയായപ്പോൾ ഞാൻ ലൈറ്റോ അങ്ങനെയൊന്നും കണ്ടില്ല അവിടെ നിന്ന് വരുന്നത്. പക്ഷെ നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാം ഒരു പഴയ ഒരു ബിൽഡിംഗ് ആണ് നമ്മുടെ ഓപ്പോസിറ്റ് ഉള്ളത്. എന്തായാലും നമ്മൾ ഇന്നത്തെ ഈ പാർട്ട് 2 വ്ളോഗിൽ നമ്മൾ ഈ ഫുൾ നമ്മുടെ സിറ്റി സെൻറ്ററിലുള്ള എല്ലാ സ്ഥലത്തോടും നമ്മൾ നടന്നുപോയി പ്രധാനപ്പെട്ട കാര്യങ്ങൾ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്കിപ്പോൾ ഇവിടുന്ന് താഴെ പോയി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഇന്നത്തെ നമ്മുടെ പാർട്ട് 2 വ്ളോഗിൽ നിങ്ങളെ എല്ലാ പ്രധാനപ്പെട്ട സ്ഥലങ്ങളും ഇവിടെ അടുത്തുള്ള സിറ്റി സെൻറ്ററിലുള്ളത് കാണിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം. നമ്മുടെ രാവിലത്തെ ഭക്ഷണം കഴിച്ചിട്ട് ഇപ്പോൾ പുറത്തിറങ്ങി. പുറേ കാണുന്ന ഈ വെള്ള ബിൽഡിങ്ങിലാണ് ഞാൻ താമസിക്കുന്ന ഹോട്ടൽ. അപ്പോൾ നമ്മൾ ഇന്നത്തെ ദിവസം കുറച്ച് സ്ഥലങ്ങൾ കാണാൻ പോകാണല്ലോ. അപ്പോൾ ആദ്യമേ നമ്മൾ പോകാൻ പോകുന്നത് ഒരു പഴയ മൊനാസ്റ്ററിയാണ്. ഒരു പഴയ ബിൽഡിംഗ്. ഇവിടുന്ന് അത്ര ദൂരമല്ല, വളരെ അടുത്തായിട്ടൊരു സ്ഥലമാണ്. അപ്പോൾ നമുക്ക് ഇവിടെ നടന്ന് നമ്മുടെ ഈ സ്ട്രീറ്റിലൊക്കെ കാഴ്ചകൾ കണ്ട് നമ്മുടെ ആദ്യത്തെ സ്പോട്ടായ ഈ മൊനാസ്റ്ററിയിലേക്ക് പോകാം. നമ്മളങ്ങനെ മൊനാസ്റ്ററിയിലേക്ക് നടക്കുന്ന വഴിയിൽ വേറൊരു പള്ളിയും ഇതുപോലെ കാണാൻ പറ്റും. ഇവിടുത്തെ ഉള്ളൊരു പള്ളി. അതിനോട് ചേർന്ന് ഇങ്ങനെ ഒരു 3 ബെല്ലുകൾ വെച്ച ഒരു സാധനമുണ്ട് എൻ്റെ കൂടെ. നല്ല രസമുണ്ട് കാണാൻ. ഇവിടുത്തെ ഈ സ്ട്രീറ്റുകൾ നമുക്ക് ജർമ്മനിയിലുള്ള ചില സ്ട്രീറ്റ് പോലത്തെ ഒരു സെയിം ഡിസൈനും അങ്ങനത്തെ ഒരു വൈബും ഉണ്ട് ഇവിടെ. ഇനി നമുക്ക് ഇവിടുന്ന് വളരെ അടുത്താണ്. ഇവിടുന്ന് ഇങ്ങനെ ടേൺ ചെയ്താണ് നമുക്ക് മൊനാസ്റ്ററിയിലേക്ക് പോകേണ്ടത്. അങ്ങനെ നമ്മൾ സ്ട്രീറ്റിലൂടെ നടന്ന് നമ്മുടെ മൊനാസ്റ്ററിയുടെ ഫ്രണ്ടിലെത്തിയിരിക്കുകയാണ്. ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ബിൽഡിംഗ് ആണ്. വളരെ പഴമയുള്ളൊരു ബിൽഡിംഗ് ആണ്. അതുപോലെ തന്നെ നല്ല ആർട്ട് വർക്കും ഉണ്ട് അതിൽ. ഈ മൊനാസ്റ്ററി 1724 എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ബുക്കാറസ്റ്റിൻ്റെ സെൻറ്ററിലെ ഓൾഡ് ടൗണിനോട് ചേർന്നാണ് ഈ മൊനാസ്റ്ററി കാണപ്പെടുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഈ മൊനാസ്റ്ററിയുടെ അകത്തൊക്കെ പോയി കാണാൻ പറ്റും ഈ വെളിയിലുള്ള കോർട്ട്യാർഡ്. ഈ വെളിയിലുള്ള കോർട്ട്യാർഡിൽ പഴയ ഈ കല്ലറകളുടെയൊക്കെ കല്ലും അതുപോലെ തന്നെ ഈ ഡെമോളിഷ് ചെയ്ത് പോയ കുറേ ചേർച്ചുകളുടെ എന്തൊക്കെയോ പീസുകൾ, ഫ്രാഗ്മെൻറ്റ്സ് ഒക്കെ ഇവിടെ വെളിയിൽ വെച്ചിട്ടുണ്ട് ഡിസ്പ്ലേക്ക്. നിങ്ങൾക്ക് ഈ കാണുന്ന കല്ലുകളാണ് അതെല്ലാം. അതുപോലെ തന്നെ ഈ മൊനാസ്റ്ററിയുടെ അകത്തുള്ളൊരു ചേർച്ചുണ്ട്. അവിടെ നമുക്ക് സർവീസിനൊക്കെ പോകാൻ പറ്റും രാവിലെ. ഞാൻ ഇവിടെ ഇപ്പോൾ എത്തിയപ്പോൾ രാവിലെ 8 മണിക്കൊരു സർവീസൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് ഫോണൊന്നും അലൗഡ് അല്ല, അതുകൊണ്ട് എനിക്ക് വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. എന്നാലും ഈ വെളി നിൽക്കുന്ന നൺസൊക്കെ നമ്മളെ അകത്തേക്ക് ഇൻവൈറ്റ് ചെയ്തു, പ്രേയറിന് വരാൻ പറഞ്ഞു. അപ്പോൾ അത് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ഇവിടുത്തെ ആ ഒരു പള്ളിയിലെ സർവീസൊക്കെ കാണാൻ. നമ്മളങ്ങനെ മൊനാസ്റ്ററിയുടെ പുറത്തിറങ്ങി. ഇനി നമ്മൾ അടുത്തൊരു സ്പോട്ടിലേക്ക് പോകുന്നതിന് നമുക്ക് പെട്ടെന്ന് കുറച്ച് ക്യാഷ് മാറ്റിയെടുക്കണം. കാരണം ഇവിടുത്തെ കറൻസി എന്ന് പറഞ്ഞാൽ യൂറോസ് അല്ല, ലേ എന്ന് പറഞ്ഞ ഒരെണ്ണമാണ്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഇപ്പോൾ ഇവിടുത്തെ നാഷണൽ ബാങ്കിൽ പോയി പറ്റുമെങ്കിൽ നമുക്ക് കുറച്ച് ക്യാഷ് മാറ്റി ഇവിടുത്തെ കറൻസി ആക്കിയിട്ട് നമുക്ക് നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോവാം. ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന ബിൽഡിംഗ് ആണ് ഇവിടുത്തെ നാഷണൽ ബാങ്ക്. ഇതൊരു ഒന്നാന്തരം വ്യൂ ആണ്.
ഞാൻ ഒന്ന് വൈഡാക്കി കാണിക്കാം നിങ്ങളെ. ഇതുണ്ട്, ഇത്ര മനോഹരമായ ഒരു ബിൽഡിങ്ങിലാണ് ഇവിടുത്തെ നാഷണൽ ബാങ്ക് ഇരിക്കുന്നത്. ഉണ്ടോ? ഈ ബാങ്കിനിരിക്കുന്ന ഈ സ്ട്രീറ്റ് മൊത്തം ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള അടിപൊളി ബിൽഡിങ്ങുകളാണുള്ളത് ഇവിടെ. അങ്ങനെ ഈ റൊമേനിയൻ നാഷണൽ ബാങ്കിൽ പോയപ്പോൾ നമുക്ക് പൈസ മാറാൻ പറ്റിയില്ല. അതുകൊണ്ട് നമ്മളിപ്പോൾ പോകുന്ന ഒരു മണി എക്സ്ചേഞ്ച് കടയിലാണ്. അവിടെയാണ് നമ്മൾ ശരിക്കും ഇവിടെ മാറേണ്ടതെന്ന ബാങ്കിൽ പോയപ്പോൾ ആൾക്കാർ പറഞ്ഞത്. അപ്പോൾ ഇനി നമ്മൾ ഒരു മണി എക്സ്ചേഞ്ചിലേക്ക് പോവുക. അപ്പോൾ നമ്മളങ്ങനെ ഒരു എക്സ്ചേഞ്ച് കടയിൽ പോയി നമ്മൾ കുറച്ച് യൂറോ മാറ്റിയെടുത്തു. അപ്പോൾ നിങ്ങൾക്ക് കാണാം എൻ്റെ കയ്യിൽ ഇതുപോലെ കുറച്ച് റൊമേനിയൻ ലേക്ക് കറൻസീസ് ഉണ്ട്. ഇത്രയുണ്ട് നമ്മുടെ കയ്യിൽ. ഇതുകൊണ്ട് നമുക്കിനിയും കടകളിലൊക്കെ പോയി എന്തെങ്കിലും കഴിക്കാനും അതുപോലത്തെ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാൻ പറ്റും. നമുക്ക് അങ്ങനെ എന്തെങ്കിലും വാങ്ങിച്ച് കഴിച്ചിട്ട് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലെ ബാക്കി സ്ഥലങ്ങളിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ കറൻസി മാറ്റിയെടുത്തതിന് ശേഷം വീണ്ടും ഇവിടുത്തെ ഈ സ്ട്രീറ്റ്സിൻ്റെയൊക്കെ ഭംഗി കണ്ട് നടക്കുകയാണ്. ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞായിരുന്നു നമ്മൾ കുറേ പ്രധാനപ്പെട്ട സ്ഥലം കാണിക്കുമെന്ന്. പക്ഷേ ഞാൻ ഉദ്ദേശിച്ചതിനേക്കാട്ടും കൂടുതൽ സമയമെടുത്ത് നമ്മുടെ ഈ കറൻസി ഒന്ന് മാറ്റിയെടുക്കാൻ. കാരണം ഇത് നമ്മുടെ ഫസ്റ്റ് മോർണിംഗ് ആണല്ലോ. അപ്പോൾ ഞാൻ ആദ്യം ഇങ്ങനെ എക്സ്ചേഞ്ച് കടകളോ അങ്ങനെ ഒന്നും കണ്ടില്ല. നമ്മൾ നേരെ ബാങ്കിൽ പോയി അവിടെ കുറേ നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അങ്ങനെ കുറേ സമയം അങ്ങനെ നഷ്ടപ്പെട്ടു. അപ്പോൾ ഇപ്പോൾ തന്നെ നമ്മൾ കറൻസിയൊക്കെ മാറ്റി എടുത്തു കഴിഞ്ഞപ്പോൾ ഉച്ച സമയമായി. അപ്പോൾ ഞാൻ ഓർത്തു എന്തായാലും ഇവിടെ നിന്ന് നടന്ന് ഇവിടെയുള്ള സ്ട്രീറ്റുകളിലേക്ക് ഒരു ഭംഗി നിങ്ങളെ കാണിച്ചതിന് ശേഷം ഉച്ചയ്ക്കത്തെ ഭക്ഷണം കഴിച്ചിട്ട് നമ്മൾ പ്ലാൻ ചെയ്തേക്കുന്ന കുറച്ച് സ്ഥലങ്ങളിലേക്ക് പോകാമെന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ഈ സ്ട്രീറ്റുകളിലൊക്കെ ഭംഗി കണ്ടിട്ട് ഞാൻ നേരെ കഴിക്കാൻ പോകുന്ന സ്ഥലം കൂടെ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ ആ ഫൗണ്ടനൊക്കെ നിങ്ങൾ കണ്ട സ്ഥലം കഴിഞ്ഞതിന് ശേഷമാണ് ഞാനിപ്പോൾ വേറൊരു ബിൽഡിംഗ് കണ്ടത്. ഇവിടെ കുറേ ഫാസ്റ്റ് ഫുഡ് പ്ലേസസ് ഉണ്ട്. അപ്പോൾ ഞാനങ്ങനെ റെസ്റ്റോറൻറ്റോ അങ്ങനെ ഒത്തൻറ്റിക് റൊമേനിയൻ ഫുഡ് കഴിക്കാനല്ല പ്ലാൻ ചെയ്യുന്നത്. പെട്ടെന്ന് നമുക്ക് കഴിക്കാനുള്ളൊരു സ്ഥലം നോക്കിയാണ് ഞാൻ വന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഉച്ചയ്ക്കത്തെ ഫുഡ് ഇവിടുത്തെ KFC എന്നാണ് അപ്പോൾ കഴിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ബുക്കാറസ്റ്റ് ഒരു KFCയിലാണ് ഇരിക്കുന്നത്. ഇവിടുത്തെ ഒരു പ്രൈസ് വ്യത്യാസം ഞാൻ ശരിക്കും അത്ഭുതപ്പെട്ടു പോയി. കാരണം നമ്മൾ ഇവിടെ വാങ്ങിച്ചേക്കുന്ന ഒരു ബക്കറ്റ് നിറയാണ് 20 പീസ് ചിക്കനുണ്ട് ഇതിനകത്ത്. പക്ഷെ നമ്മളിപ്പോൾ ജർമ്മനിയിൽ ഇങ്ങനെ ഒരു ബക്കറ്റ് വാങ്ങിക്കുകയാണെങ്കിൽ മിനിമം 20 യൂറോ എങ്കിലോ മിനിമം. ഇത് നമ്മൾ യൂറോയിലേക്ക് കൺവേർട്ട് ചെയ്താൽ 13.76 വരുന്നുള്ളൂ. അങ്ങനെ ഒരു വലിയ പ്രൈസ് ഡിഫറൻസും ഉണ്ട് ഇവിടുത്തെ KFC എന്നുള്ള സാധനം വാങ്ങിക്കുമ്പോഴും. എന്നാലും ഇവിടുത്തെ KFC നമ്മളിപ്പോൾ കഴിച്ചിട്ട് ഉച്ചയ്ക്കത്തെ ഭക്ഷണം കഴിച്ചിട്ട് നമ്മളിനി ഇവിടുന്ന് ബാക്കി സ്ഥലങ്ങളിലേക്ക് പോകുന്നതായിരിക്കും. നമ്മളതിൻ്റെ KFCന്ന് ഉച്ചയ്ക്കത്തെ ഫുഡ് കഴിച്ചിട്ട് നമ്മൾ ഇറങ്ങി. ഇനി നമ്മൾ അടുത്ത ഒരു മ്യൂസിയമിലേക്കാണ് പോകുന്നത്. ഇവിടെ ഉള്ളൊരു ടോയ്സിൻ്റെ ഒരു മ്യൂസിയം ഉണ്ട്. അത് ഇവിടുത്തെ നാഷണൽ മ്യൂസിയത്തിൻ്റെ ഭാഗമാണ്. നമ്മൾ ഈ 2 സ്ഥലത്തും പോകാനാണ് ഇനിയും പോകുന്നത്.
നമ്മളിപ്പോൾ റൊമേനിയയുടെ നാഷണൽ ഹിസ്റ്ററി മ്യൂസിയത്തിനകത്താണ് നിൽക്കുന്നത്. ഇവിടുത്തെ കൾച്ചറും ട്രഡീഷനും എല്ലാം കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ ഒരു എക്സിബിറ്റ് ഉണ്ട്, അതായത് ഒരു ടോയ് മ്യൂസിയമാണ്. അതും നമ്മൾ പോയി കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ മ്യൂസിയത്തിൻ്റെ ഫുൾ കാഴ്ചകൾ ഇനിയും കാണാം. ഈ മ്യൂസിയം 1972 തൊട്ടാണ് പബ്ലിക്കിന് ഓപ്പൺ ആയിട്ടിരിക്കുന്നത്. ഈ മ്യൂസിയം ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഹിസ്റ്റോറിക് പോസ്റ്റൽ സർവീസ് പാലസിനകത്തായിട്ടാണ്. വളരെ സ്പേഷ്യസ് ആയിട്ടുള്ളൊരു മ്യൂസിയമാണ്. കുറേ എക്സിബിറ്റ് റൂംസും ഉണ്ട് ഇതിനകത്ത്. പണ്ട് കാലത്ത് ആർട്ടിഫാക്ട്സ് തുടങ്ങിയ എല്ലാം ഇതിനകത്തുണ്ട്. അപ്പോൾ ഞാൻ നടന്ന് കുറച്ചുകൂടെ നിങ്ങളെ ഈ മ്യൂസിയത്തിനകത്ത് വിഷ്വൽസ് കാണിക്കുന്നുണ്ട്. അന്നേരം നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും ഏതൊക്കെ ടൈപ്പിലത്തെ എക്സിബിഷൻസ് ആണ് ഈ മ്യൂസിയത്തിനകത്തുള്ളതെന്ന്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഇവിടുത്തെ ഈ ടോയ്സ് എക്സിബിറ്റിൻ്റെ മുൻപിലാണ്. ഇവിടെ ഇങ്ങനെ ഒരു ബാനർ വെച്ചിട്ടുണ്ടായിരുന്നു ഇതിനെക്കുറിച്ചൊരു എക്സ്പ്ലനേഷൻ തന്നുകൊണ്ട്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് 15,000 ടോയ്സ് ആണ് ഇവർ റൊമേനിയ അതുപോലെ തന്നെ വേറെ കൺട്രീസിൽ നിന്ന് കഴിഞ്ഞ ഒരു സെഞ്ച്വറി ആയിട്ട് അവർ ഗ്യാദർ ചെയ്ത് വെച്ചേക്കുന്നത്. അതെല്ലാമാണ് ഇവിടെ ഡിസ്പ്ലേക്കും വെച്ചിരിക്കുന്നത്. ഇത് ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ശരിക്കും കാണാൻ. പിള്ളേർക്കായാലും പേരൻസിനായാലും എല്ലാവർക്കും ഒരു നൊസ്റ്റാൾജിക് ഫീലിംഗ് പോലെ കിട്ടും. പഴയ ടോയ്സും അതുപോലെ തന്നെ പുതിയതും എല്ലാം കാണാൻ പറ്റും. കഴിഞ്ഞൊരു 40 വർഷത്തിനകം കളക്ട് ചെയ്ത ടോയ്സാണ് ഇവിടെ എല്ലാം വെച്ചേക്കുന്നത്. അപ്പം എനിക്ക് വളരെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു എക്സിബിറ്റായിട്ടാണ് തോന്നിയത്. ഇവിടെ കാർ മോഡൽസ് ഉണ്ട്, അതുപോലെ തന്നെ ഡോൾസ് ഉണ്ട്, അങ്ങനെ പല ടൈപ്പിൽ വെറൈറ്റീസിലുള്ള ടോയ്സ് നമുക്ക് ഈ എക്സിബിറ്റിൽ കാണാൻ പറ്റുന്നതാണ്. നമ്മളങ്ങനെ ഏറ്റവും അവസാനത്തെ ഒരു എക്സിബിറ്റായിട്ട് വന്നിരിക്കുന്നത് ഈ ജുവൽസും ക്രൗണും അങ്ങനത്തെ കുറേ സാധനങ്ങൾ വെച്ചിരിക്കുന്ന ഒരു റൂമിലാണ്. അപ്പോൾ ഇവിടെ ഒത്തിരി രസകരമായ സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. അതിലെനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് ഒരു സ്റ്റീൽ ക്രൗൺ ആണ്, കിങ് കാരൽ 1ൻ്റെ. അതുപോലെ തന്നെ ക്രൗൺ ഓഫ് ക്വീൻ എലിസബത്ത് ഉണ്ട്, അതുപോലെ തന്നെ ക്രൗൺ ഓഫ് ക്വീൻ മെറിയ ഉണ്ട്. എല്ലാം ട്രാൻസിൽവേനിയ ഗോൾഡ് കൊണ്ടൊക്കെ ഉണ്ടാക്കിയതാണിത്. അതുപോലെ തന്നെ കാണാൻ പറ്റുന്ന ഒരു 1693 വർഷത്തിലുള്ള ഗ്രീക്ക് റൊമേനിയൻ ഒരു ബൈബിളാണിത്. അങ്ങനെ നമ്മൾ ഈ നാഷണൽ ഹിസ്റ്ററി മ്യൂസിയത്തിൻ്റെ പല എക്സിബിറ്റ്സ് കണ്ടതിന് ശേഷം വീണ്ടും നമ്മൾ പുറത്തു പോയി. നമ്മൾ മ്യൂസിയത്തിൽ തന്നെ കുറേ സമയം ചിലവഴിച്ചായിരുന്നു ഈ നടന്ന് കാണാനെല്ലാം. അപ്പം അതിനുശേഷം ഇപ്പോൾ ഒരു വൈകുന്നേരം സമയം ആയതുകൊണ്ട് ഞാൻ ഇന്നത്തെ ഈ പാർട്ട് 2 വ്ളോഗിൽ ഒരു സ്ഥലത്തേക്കൂടെ പോയി നിങ്ങളെ കാണിക്കാമെന്ന് ഓർത്തു. അത് ഇവിടുത്തെ ഒരു ഫേമസ് ടൂറിസ്റ്റ് അട്രാക്ഷൻ തന്നെയാണ്. അതൊരു ബുക്ക് ഷോപ്പാണ്. ഈ ബുക്ക് ഷോപ്പിൻ്റെ പേര് കാർട്ടുറസ്റ്റി കറൂസൽ എന്നാണ്. ഇത് 20ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ പണിഞ്ഞൊരു ബിൽഡിംഗ് ആണ്. പക്ഷേ ഇപ്പോൾ നല്ല രസമാണ് അതിനകത്ത് കാണാൻ. 10,000-ന് മുകളിൽ ബുക്സ് ഉണ്ട്. അതുപോലെ തന്നെ ബുക്സ് മാത്രമല്ല, സ്റ്റേഷനറി സാധനങ്ങൾ, ടോയ്സ്, അതുപോലെ തന്നെ ഒരു കഫേ വരെ ഉണ്ട് അതിൻ്റെ ടോപ്പ് ഫ്ലോറിൽ. അങ്ങനെ നല്ല മനോഹരമായ ഒരു ബിൽഡിംഗ് ആണ്. നമ്മുടെ ഈ ഓൾഡ് ടൗൺ, ഈ ബുക്കാറസ്റ്റിൻ്റെ സെൻറ്ററിലായ ഈ ഓൾഡ് ടൗണിനോട് ചേർന്നാണ് ഈ ബുക്ക് ഷോപ്പും കാണപ്പെടുന്നത്. അപ്പോൾ നമ്മൾ അടുത്തത് അങ്ങോട്ടാണ് പോകുന്നത്. അങ്ങനെ നമ്മൾ ഈ ഓൾഡ് ടൗണിൻ്റെ കാഴ്ചകൾ കണ്ടുകൊണ്ട് പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ മൊത്തം കഫേസാണ് ഈ സ്ട്രീറ്റിൽ. ഇവിടെ ഒരു നല്ല ടൂറിസ്റ്റ് സ്പോട്ടാണിത്. അപ്പോൾ ഇങ്ങനെ പോകുമ്പോൾ ഞാൻ ഒരാളെ കണ്ടു, ഇതുപോലെ ഇങ്ങനെ ഒരു ഫോട്ടോ എടുക്കുന്ന സ്ട്രീറ്റിൽ. അതൊരു ന്യൂസ് പേപ്പർ ഫോർമാറ്റിൽ പ്രിൻ്റ് ചെയ്യും തരും. അപ്പം അങ്ങനെ ഞാൻ ഒരെണ്ണം എടുത്തു. ഇവിടുത്തെ ഒരു ബുക്കാറസ്റ്റ് സ്ട്രീറ്റ് പ്രസ് എന്നൊക്കെ എഴുതിയൊരു സാധനം. ഇവിടുത്തെ ഭാഷയിലല്ല, ഇംഗ്ലീഷിലാണ് സാധനം എഴുതിയിരിക്കുന്നത്. എന്തായാലും കാണാനുള്ള രസമായതുകൊണ്ട് അത് ഞാൻ ഒരെണ്ണം എടുത്തു.
നമ്മളിപ്പോൾ ഇരിക്കുന്നത് നമ്മുടെ ബുക്കാറസ്റ്റിലുള്ള ഒരു ഫേമസ് ബുക്ക് ഷോപ്പിലാണ്. ഇതിനകം പക്ഷെ എനിക്ക് നമ്മുടെ ജർമ്മനിയിലുള്ള താലിയ അല്ലെ മയർഷ് അതുപോലത്തെ ചില ബുക്ക് ഷോപ്പുകൾ പോലത്തെ ഇന്റീരിയർ ആയിട്ടാണ് തോന്നുന്നത്. അല്ലെ അറ്റ്ലീസ്റ്റ് ബുക്കുകളുടെ ഒരു പലതരത്തിലുള്ള ബുക്കുകളുടെ കളക്ഷന് കാണുമ്പോൾ. പക്ഷെ ഈ ഒരു ബുക്ക് ഷോപ്പിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇതിൻ്റെ അകത്തെ ഇന്റീരിയർ തന്നെയാണ്. ഈ ബിൽഡിംഗ് തന്നെ ഒരു സ്ട്രക്ചർ തന്നെ ഒരു ഭയങ്കര രസമാണ് കാണാൻ. അത് ഞാൻ നിങ്ങളിപ്പോൾ കാണിക്കുന്നതായിരിക്കും. ഇപ്പം നമ്മളങ്ങനെ ബുക്ക് ഷോപ്പിൻ്റെ അവിടെ നിന്ന് പുറത്തിറങ്ങി. ഇനി നമ്മൾ വൈകുന്നേരം സമയമായതുകൊണ്ട് എന്തെങ്കിലും കുറച്ച് ഭക്ഷണം കഴിച്ചിട്ട് തിരിച്ച് നമ്മൾ നമ്മുടെ ഹോട്ടൽ റൂമിലേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മുടെ അടുത്തുള്ളൊരു സ്ട്രീറ്റ് ഉണ്ട്, വില്ല ക്രോസ് എന്നാണ് ഇതിൻ്റെ പേര്. ഒരു ചെറിയൊരു സ്ട്രീറ്റാണ്, കുറേ കാഫേസ് ഉണ്ട്. അതിലേക്കൂടെ നമ്മളൊന്ന് കറങ്ങി നടന്ന് എന്തൊക്കെ ടൈപ്പിലുള്ള കടകളുണ്ട്, കാഫേസ് ഉണ്ടെന്ന് കണ്ടിട്ട് നമ്മൾ വൈകിട്ടത്തെ ഫുഡ് കഴിക്കാൻ പോവാണ്. നമ്മളങ്ങനെ നമ്മുടെ ഇന്നത്തെ കുറച്ച് സ്ഥലങ്ങളിൽ പോയി. ഇന്ന് ഒത്തിരി നമ്മൾ പോയില്ല, എന്നാലും അത്യാവശ്യം കുറേ നല്ല മെയിൻ ആയിട്ടുള്ള സ്ഥലങ്ങളിൽ നമ്മൾ പോയി. അപ്പോൾ അതായിരുന്നു ഞാൻ ഇന്ന് പാർട്ട് 2 ഉദ്ദേശിച്ചേക്കുന്നത്. ഇനി നമ്മൾ അടുത്ത പാർട്ട് 3 ആയിട്ട് വരുമ്പോൾ നമ്മൾ കുറച്ച് അതുപോലത്തെ വേറെ സ്ഥലങ്ങൾ കാണുന്നതായിരിക്കും. കുറച്ച് ഭക്ഷണങ്ങൾ ട്രൈ ചെയ്യും. ഇതൊക്കെ ആയിട്ട് നമ്മൾ ഇനിയും പാർട്ട് 3 വരും. അപ്പോൾ ഇനിയും അടുത്ത വീഡിയോ ആയിട്ട് വരുന്നിടം വരെ ഗുഡ് ബൈ.